നിങ്ങൾ എന്നെ എന്തോരം സ്നേഹിക്കണ്ടേ? ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ നിന്നെ സ്നേഹിക്കണ്ട്. അപ്പൊ ഞാൻ മരിച്ച നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു താജ്മഹൽ പണിയും? പിന്നല്ലാണ്ട് ഞാൻ എപ്പോഴേ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. നീയല്ല നേരം പോയിപ്പിക്കണേ. നമസ്കാരം. ക്രോണിക് ബാച്ചിലർ ആണെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയില് താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഈ നാടകത്തിൽ അഭിനയിച്ച കാശ് കിട്ടുമോ? കിട്ടും. എത്ര കാശ് കിട്ടും? ഒരു 500-1000 രൂപ വരെ കിട്ടും. ഞാൻ വന്നാ മതിയോ? അതിന് തനിക്ക് അഭിനയിക്കറിയോ? അഭിനയിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞു തന്നാ അഭിനയിച്ചു നോക്കാം. കുഞ്ഞുഞ്ഞെ, ഇവൾ അഭിനയിക്കാന്ന്. ഇവിടെ അവളൊന്നും വിളിക്കണ്ട, എനിക്ക് പേരുണ്ട്, ഭാവന. ഭാവന. അപ്പൊ സ്വന്തം പേര് എന്താ? ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? എന്നാ ഈ ചുരിദാർ കൊള്ളാമോ? കൊള്ളാം, നന്നായിരിക്കുന്നു. എത്ര രൂപ ഒരു ഉദ്ദേശം? ഒരു 600 രൂപയാവും. അതെങ്ങനെയാണെന്ന് അറിയാൻ കറക്റ്റ്? ഇന്നലെ തൊട്ട് എന്റെ പേഴ്സിൽ 600 രൂപ കാണാനില്ല. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല. Yes, that's it. മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. Yeah. ഭർത്താവിന്റെ പേരൻസിനെ കുഴമ്പ് തേപ്പിക്കുക, കുളിപ്പിക്കുക, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. I hate it. നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ബന്ധുക്കളെടുത്തോ നാട്ടുകാരെടുത്തോ പറയരുത്. അതെന്ത്? അവരതിൽ മസാല ചേർത്ത് ബിരിയാണി ഉണ്ടാക്കി പഞ്ചായത്തിൽ മൊത്തം വിളമ്പും. അതിപ്പോ എവിടെ പറയാൻ കാരണം? നമ്മൾ രണ്ടുപേരും കൂടെ മെലിഞ്ഞാന്ന് വഴക്ക് കൂടിയായിരുന്ന കൂടി ഒരു ഗ്ലാസ് എടുത്ത് നീ എന്റെ മണ്ടയ്ക്ക് എറിഞ്ഞായിരുന്ന? എറിഞ്ഞ്. നീ അത് ആരടുത്തെങ്കിലും പറഞ്ഞാ? നിങ്ങളെ കുഞ്ഞമ്മേരമോളെടുത്ത് പറഞ്ഞു. അതിനിപ്പോ എന്തര്? പാവം പിടിച്ച ഒരു ഭർത്താവിനെ ക്രൂരയായ ഭാര്യയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്റെ ഫ്ലെക്സ് നാട്ടിൽ മൊത്തം വെച്ചിരിക്കുന്നു. ഡേ, അളിയന്റെ റിസൾട്ട് വന്നു കേട്ടോ. പുള്ളിക്ക് നല്ല റെസ്റ്റ് വേണോ ഡോക്ടർ പറഞ്ഞേ. ഇത് കഴിച്ചാൽ മതി. എപ്പോഴൊക്കെ ഇട കൊടുക്കണ്ടേ? കൊടുക്കാനല്ല, നീ കഴിക്കാനാ. അത് സ്ലീപ്പിംഗ് പിൽസാ. നീ ഉറങ്ങിയാൽ തന്നെ ഇങ്ങനെ പാതി പ്രശ്നം തീരും. അണ്ണാ, നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. എന്തരടി? 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതല്ലേ എന്നെ കെട്ടിയത്. ശരിയെന്ന്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്തരടി? സ്ത്രീയാണ് ധനമെന്ന്. സ്ത്രീ ധനമൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോന്ന്? മുടിഞ്ഞ ചെലവാണെന്ന്. എടി, പേഴ്സിനകത്തിരുന്ന കാശ് എവിടെ? എന്റെ കാശോ? നമ്മുടെ കാശെന്നാ ഞാൻ ഇത്രയും കാലം വിചാരിച്ചത്. നമ്മുടെ കാശ് എവിടെ? നമ്മുടെ കാശ് എടുത്തിട്ട് ഞാനൊരു ചുരിദാർ വാങ്ങി.